ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വിത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു വിത്ത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, ഒട്ടുമിക്കവരുടെയും വീടുകളിൽ എന്തായാലും ഉപയോഗിച്ച് വരുന്ന ഒരു വിത്ത് തന്നെ ആയിരിക്കും നമ്മുടെ എള്ളാണ് കേട്ടോ. അപ്പോൾ എള്ള് എല്ലാവർക്കും അറിയാം, കറുത്ത എള്ളും വെളുത്ത എള്ളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എള്ളിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എള്ളിനെ കുറിച്ചിട്ടാണല്ലേ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എള്ള് അല്ലെങ്കിൽ സെസമി സീഡ് എന്ന് പറയുന്ന ഈ ഒരു വിത്ത് പഴയ കാല ഭക്ഷണങ്ങളിലും അതേപോലെ തന്നെ ആയുർവേദ ചികിത്സകളിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും ഔഷധ ഗുണങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ എള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, സിങ്ക്, ഫൈബർ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് നോക്കുകയാണെങ്കിൽ ബി ആൻഡ് ഇ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ എള്ള്. എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് എള്ള് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ ഉണ്ടല്ലോ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്നു കേട്ടോ. അതായത് എള്ളിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യവും ബലവും മെച്ചപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ നിയന്ത്രിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നതിനും നമ്മൾ എള്ള് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൈ BP കുറച്ചിട്ട് നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ എള്ളിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഈ ഒരു വൈറ്റമിൻ നമ്മുടെ ചർമ്മത്തിനും അതേപോലെ തന്നെ മുടിക്കും നല്ല തിളക്കവും കരുത്തും നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡൈജഷൻ ഹെൽത്തിയായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഫൈബർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ എളുപ്പമാക്കുകയും ഇതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിംഗ് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിനെ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എള്ളിലടങ്ങിയിട്ടുള്ള ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഈ ഒരു എള്ള് സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു. ഇതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ കഴിക്കാം, എത്ര അളവിൽ കഴിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് 1 സ്പൂൺ ഡെയിലിയാണ് കേട്ടോ. നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണമാണെങ്കിലും നമുക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു എള്ള് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മുടെ ദൈനംദിന ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു എള്ള് ആർക്കൊക്കെ കഴിക്കാം, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എല്ലുകളുടെ ആരോഗ്യം കുറവുള്ളവരുണ്ടാവില്ലേ, അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു എള്ള് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഇതിലൂടെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവുള്ളവരുണ്ടല്ലോ, അയൺ ഡെഫിഷ്യൻസി, അവരും ഇത് കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് അയൺ കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹൃദയാരോഗ്യം ശ്രദ്ധിക്കുന്നവർ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ദഹന പ്രശ്നമുള്ളവർ, ഫൈബറിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവരും ഈ ഒരു എള്ള് ദിവസേന കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ മാറുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാവുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ മുടി കൊഴിച്ചിൽ, ചർമ്മരോഗങ്ങൾ എന്നിവ ഉള്ളവരും ഇതിലെ വൈറ്റമിൻ ഇയുടെ കണ്ടൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരും ഈ ഒരു എള്ള് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒഴിവാക്കേണ്ടവർ ആരൊക്കെയെന്ന് പറയുമ്പോൾ ഈ എള്ള് കഴിക്കുമ്പോൾ അലർജി പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കണം. അതേപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ്, അതേപോലെ നഴ്സിംഗ് മദേഴ്സ് കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു സജഷൻ ഇല്ലാതെ നിങ്ങളിത് കഴിക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരും ഇത് അധികമായിട്ട് കഴിക്കരുത്. കാരണം ഇതിൽ ഈ ഗുഡ് കൊളസ്ട്രോൾ ധാരാളമുണ്ട് കേട്ടോ. അതുകൊണ്ട് വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊരു കാരണമാവാം. അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ ഇത് ഒഴിവാക്കണം. പിന്നെ ലോ BP ഉള്ളവരും ഒഴിവാക്കണം. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഈ ഹൈ BP ഉള്ളവർക്കത് കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും നമ്മുടെ BP താഴുന്നതിന് വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ. അതുകൊണ്ട് ലോ BP ഉള്ളവർ ഇത് ഒഴിവാക്കണം. ദഹന പ്രശ്നമുള്ളവർ
ഇത് കഴിക്കണമെന്ന് പറഞ്ഞത് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ, അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ദഹന പ്രശ്നമുള്ളവരിൽ ഈ ഡയറിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഒഴിവാക്കണം. കാരണം ഇത് വീണ്ടും ഈ നമ്മുടെ ദഹന പ്രശ്നം അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള അസ്വസ്ഥതകൾ കൂടുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. നമുക്കിത് ഏതൊക്കെ രീതിയിൽ കഴിക്കാമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എള്ള് നമ്മൾ സാധാരണയായിട്ട് ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ എള്ള് ഉണ്ടയാക്കിയിട്ടല്ലേ സെസമി ബോൾസ് ആക്കി കൊടുക്കാറുണ്ട്, ക്യാൻഡീസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ തഹിനി ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. തഹിനി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നമ്മൾ ഈ ഒരു എള്ള് വറുത്തിട്ട് അത് നമ്മൾ പേസ്റ്റാക്കി എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് എള്ളിൻ്റെ എണ്ണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാലഡ്സിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഈവൻ നമ്മുടെ ഈ ബർഗർ ബണ്ണിലൊക്കെ പോലും ഇവരിത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എള്ള് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും, ഇല്ലെങ്കിൽ ഇത് റോ ആയിട്ടും കഴിക്കാവുന്ന ഒരു വിത്താണ്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ എള്ള് വളരെ ആരോഗ്യകരമാണ്, പക്ഷേ അളവ് പാലിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇത് ഗുണം ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളുള്ളവർ, മേലെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം മാത്രം ഇത് കഴിക്കുക. ദിവസേന 1 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ കഴിക്കുന്നത് കൊണ്ട്, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കും കേട്ടോ. എങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം ഇത് കഴിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.